സ്ത്രീകളുടെ ശരീരത്തെ ദുർവ്യാഖ്യാനം നടത്തുന്ന ഓൺലൈൻ ചാനലുകളെ സർക്കാർ ഗൗരവത്തോടെ കാണുന്നു എന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. മന്ത്രിയായിട്ടും തന്റെ ശരീരത്തിന്റെ ചിത്രം പകർത്തിയെന്നും ബിന്ദു കൃഷ്ണ വെളിപ്പെടുത്തി. മുഖം ഉൾപ്പെടുത്താതെ തന്റെ ശരീരത്തിന്റെ മാത്രം ചിത്രം എടുത്തു. ഇത് സംബന്ധിച്ചൊരു നിയമനിർമ്മാണം പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മനുഷ്യനെ അങ്ങനെ കാണാൻ കഴിയുമെന്ന് അറിയുന്നില്ല. സ്ത്രീയായിട്ട് കാണുന്ന ഇത് വ്യക്തിയല്ലേ? കൂട്ടത്തിൽ ഈ അതിലൊപ്പം തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമാണ് അവരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം. എങ്ങനെയാണ് സർക്കാർ അതിനെ ഒരു നിയമനിർമ്മാണത്തിൽ? ഒരു സംശയം വേണ്ട, സർക്കാർ അതിന്റെ സാധ്യതകൾ ആലോചിക്കുകയാണ്. ഈ പറയുന്ന പോലെ സെലിബ്രിറ്റികളുടെ ചടങ്ങുകൾ നടക്കുന്നിടത്ത് അത് നമ്മൾ 2-3 സ്ഥലത്ത് ഇപ്പോൾ കണ്ടു. വലിയ വലിയ പ്രയാസമായിട്ട് വരുന്നത് വളരെ ഗൗരവമായി തന്നെ സർക്കാർ എടുക്കും. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, ഈ ക്ലിക്ക് ബൈറ്റ്സിനും വ്യൂസിനും ഒക്കെ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു കാലത്താണ് ഓൺലൈൻ ചാനലുകളെ ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്നത്. അത് സ്വന്തമായി തന്നെ അനുഭവപ്പെട്ടു എന്നാണ് മന്ത്രി പറയുന്നത്. എങ്ങനെ ഈ ഒരു വലിയ വിപത്തിനെ നേരിടുമെന്നാണ് ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചത്? അതായത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു ലൈംഗിക ചുവയോട് കൂടിയുള്ള ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു സംസ്കാരം സമൂഹ മാധ്യമ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ഉണ്ട്. അത്തരം റീലുകൾ റീച്ചിന് വേണ്ടി വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ശക്തമായ നിയമനിർമ്മാണത്തിലേക്ക് ഉൾപ്പെടെ സർക്കാർ കടക്കുമെന്ന സൂചന മന്ത്രി ബിന്ദു കൃഷ്ണ നൽകുന്നത്. മാത്രവുമല്ല, തനിക്ക് പോലും ഒരു പരിപാടിക്കിടെ ഇത്തരം ഒരു അനുഭവം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി മന്ത്രി വിശദീകരിക്കുകയുണ്ടായി. കൊല്ലത്തൊരു സ്കൂളിൽ വെച്ച് തന്റെ മുഖമില്ലാത്ത ശരീരം മാത്രം ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി എന്നും അതിൽ മറ്റുള്ള വിഷയങ്ങൾ താൻ അവഗണിക്കാറുണ്ടെങ്കിലും ഇത്തരം ഒരു വിഷയമായതുകൊണ്ട് തന്നെ അതിൽ ശക്തമായ നടപടി വേണമെന്ന് സർക്കാരിലെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി ബിന്ദു കൃഷ്ണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഈ സമൂഹ മാധ്യമങ്ങളിലെ സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റത്തെ സർക്കാർ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ശരി, വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.